ഹായ്. അപ്പോ ഞങ്ങൾ ഇന്ന് വന്നത് എമ്പുരാന്റെ ടീസർ എല്ലാവരും കട്ട വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ എത്തിയിരിക്കുകയാണ് ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായിട്ട് എമ്പുരാൻ കേരളത്തിലെ നമ്മുടെ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ ഇതിനും വേണ്ടിയിട്ട് നല്ല വെയിറ്റിംഗ് ആയിന്. അപ്പോൾ ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ഫിലിമാണ്. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കഥാപാത്രം, എൻ്റെ അമ്പിളിക്കുട്ടിക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള കഥാപാത്രം ആരാണ്? ആരാണ് ആരാണ് ഇടുപ്പള്ളിയോ? ഇടുപ്പള്ളിയോ? നെടുമ്പള്ളി, സ്റ്റീഫൻ നെടുമ്പള്ളിയാണ് എൻ്റെ അമ്മിക്കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമായത്. അതാണ് അമ്മിക്കുട്ടി ഉദ്ദേശിച്ചത്. എന്നാൽ എനിക്കതിൽ ഇഷ്ടമായത് ജിതിൻ രാമദാസിന്റെ ഇൻട്രോയും ആ ഡയലോഗും, എന്താ പറയാ, അപ്പം ആ ഹരം കൊള്ളിക്കുന്ന ആ പടത്തിലേക്ക് ഏറ്റവും കൂടുതൽ ഹരം കൊള്ളിച്ചൊരു രംഗം എന്ന് പറഞ്ഞാൽ ജിതിൻ രാമദാസ് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ആ ഒരു ഡയലോഗ്, ആ ഒരു മാസ എൻട്രി അതായിരുന്നു. അപ്പോൾ രണ്ടാം ഭാഗത്തിലും എമ്പുരാനിലും അതുപോലെ നല്ലൊരു രംഗം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കേരളത്തിലെ ജനങ്ങളെ ഒന്നടക്കം നല്ല വെയിറ്റിംഗിലാണ്. നല്ല ഹരം കൊള്ളിക്കുന്ന രംഗങ്ങളുമായിട്ട് എമ്പുരാൻ നമ്മുടെ മുന്നിലേക്ക് വരും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എല്ലാവരും നല്ല കട്ട വെയിറ്റിംഗ് ആണ്. അതുപോലെ തന്നെ ലൂസിഫറിനേക്കാളും ഒരുപാട് മുകളിലാവട്ടെ എമ്പുരാൻ, നമ്മളെ ത്രില്ലടിപ്പിക്കുന്ന ഒരുപാട് രംഗങ്ങൾ ഉണ്ടാവട്ടെ. എല്ലാവരും നല്ല കട്ട വെയിറ്റിംഗിലാണ്. ടീസർ വന്നിരിക്കുകയാണ്. അപ്പോൾ നല്ല എന്താ പറയാ, പ്രിയദർശിനി രാംദാസ്, PK രാംദാസ്, ഇവരൊക്കെ അടിപൊളിയായിരുന്നു. സ്റ്റീഫൻ നെടുമ്പള്ളി പിന്നെ ഒന്നും പറയണ്ട. എൻ്റെ അമ്പിളിക്കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആരേനി? നെടുമ്പള്ളി, സ്റ്റീഫൻ നെടുമ്പള്ളിയേരി. എന്നാൽ എനിക്കിഷ്ടമായത് ജിതിൻ രാമദാസിനേനി. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രം, അതുപോലെ തന്നെ എമ്പുരാന്റെ ടീച്ചർ കണ്ടിട്ട് നിങ്ങളുടെ ഒരു വിലപ്പെട്ട അഭിപ്രായം ഒന്ന് അറിയിക്കാം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള അതിലുള്ള കഥാപാത്രം, അതുപോലെ തന്നെ ടീച്ചർ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയുണ്ടൊക്കെ ഒന്ന് കമന്റിലൂടെ രേഖപ്പെടുത്താം. അപ്പോൾ നമുക്കെല്ലാവർക്കും വെയിറ്റ് ചെയ്യാം. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ നമ്മളെല്ലാവരും ഹരം കൊള്ളിക്കുന്ന, തിയേറ്റർ പൂരപ്പറമ്പാക്കുന്ന കിടുരംഗങ്ങളുമായിട്ട് എമ്പുരാൻ നമുക്ക് മുന്നിൽ എത്തുമെന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. എമ്പുരാൻ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഒരുപാട് മുകളിലാവട്ടെ എമ്പുരാനി അല്ലേ. എൻ്റെ അമ്മിക്കുട്ടി നല്ല വെയിറ്റിംഗിലാണ് ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ.